6 വയസ്സാകുമ്പോൾ മുതലാണ് ചെറിയ കുട്ടികളിൽ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞ് പുതിയ പല്ല് വന്നു തുടങ്ങുന്നത്. പക്ഷെ ചില കേസസിൽ കുട്ടികളുടെ പാൽപ്പല്ല് കൊഴിയാണ്ട് പുതിയ പല്ല് പൊടിച്ചു വരും. പാൽപ്പല്ല് കൊഴിഞ്ഞിട്ട് അതേ പൊസിഷനിലാണ് പുതിയ പല്ല് വരുന്നത്. പക്ഷേ പാൽപ്പല്ല് കൊഴിയാത്തത് കൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന പല്ല് ഒന്നുകിൽ പാൽപ്പല്ലിന്റെ പുറകിൽ നിന്നോ അല്ലെങ്കിൽ മുന്നിൽ നിന്നോ റൊട്ടേറ്റഡ് ആയിട്ടോ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നിൽക്കുന്ന പാൽപ്പല്ല് റിമൂവ് ചെയ്യണം. കാരണം ഈ പാൽപ്പല്ല് അവിടെ നിന്ന് കഴിഞ്ഞാൽ പുതുതായിട്ട് വന്ന പല്ല് മാൽ പൊസിഷൻഡ് ആയിട്ട് ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഒക്കെ തന്നെ നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഈ പാൽപ്പല്ല് റിമൂവ് ചെയ്ത് കൊടുക്കണം. പാൽപ്പല്ല് റിമൂവ് ചെയ്യുമ്പോൾ കുട്ടികളുടെ ടങ്ങിന്റെ പ്രഷർ കാരണവും ചീക്കിന്റെ പ്രഷർ കാരണവും ഈ വന്ന പുതിയ പല്ല് നീങ്ങിയിട്ട് നോർമൽ പൊസിഷനിലേക്ക്, അതായത് ഈ പാൽപ്പല്ല് നിന്ന പൊസിഷനിലേക്ക് വരും. ചില കേസസിൽ പാൽപ്പല്ല് നന്നായിട്ട് ഇളകുന്നുണ്ടായിരിക്കും, പക്ഷെ അത് ഊരി പോകുന്നുണ്ടാവില്ല. ചില കേസസിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പാൽപ്പല്ലായിരിക്കും. ചില കേസസിൽ കേട് വന്ന പാൽപ്പല്ലിന്റെ ഉള്ളിൽ നിന്ന് പുതിയ പല്ല് പൊടിച്ചു വരും, പക്ഷെ പാൽപ്പല്ലിന്റെ പീസസ് അവിടെ ഉണ്ടാവും. എങ്ങനെ കണ്ടു കഴിഞ്ഞാലും നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ആ പഴയ പല്ലിനെ റിമൂവ് ചെയ്ത് കൊടുക്കുക.